2 kg വെയിറ്റിൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 kg വെയിറ്റ് മതി, പക്ഷേ കുറച്ച് പീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വലുതാക്കി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്ന കസ്റ്റമർ നമ്മൾ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ 2 kg വെയിറ്റിൽ തന്നെയാണ് കേക്ക് ചെയ്ത് ആ ടിന്നിൽ തന്നെ, അതായത് 10 ഇഞ്ചിൻ്റെ ടിന്നിൽ തന്നെയാണ് കേക്ക് ചെയ്തെടുത്തിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 3 ലെയറിൽ നമ്മൾ 2 ലെയർ ഫുള്ളായിട്ട് വെച്ച് കൊടുത്ത ശേഷം പിന്നെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് സൈഡ് വശങ്ങളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 3 kg ബോക്സ് അല്ല, ബേസ് ഫില്ലാക്കി കേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് 1 kg ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 kg കേക്ക് നമുക്ക് കസ്റ്റമർ പറയും ഇതേപോലെ കുറച്ച് വലുതാക്കി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ 3 ലെയറിൽ ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 ലെയർ വെച്ച് കൊടുത്തിട്ട് ഒരു ലെയർ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വശങ്ങളിലും കൂടി വെച്ച് കൊടുത്താൽ മതി, ബേസ് ഫില്ലായി വരുന്ന രീതിയിൽ. അപ്പോൾ അതേപോലെയാണ് ഞാൻ ഇതും ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് കേക്കിന്റെ ഫുൾ പീസ് നമ്മൾ എങ്ങനെ കേക്ക് അത് ഫുള്ളായിട്ട് ബോട്ടിനകത്ത് വരുമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫില്ലിങ് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മളത് കറക്റ്റ് ആക്കിയതിന് ശേഷം, കട്ട് ചെയ്തെല്ലാം റെഡി ആക്കിയതിന് ശേഷം വേണം പിന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു പീസ് ഉണ്ടല്ലോ, അതും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ വന്നിട്ടുള്ള ഒരു പീസിനെ എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ആ പീസ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ കേക്ക് ബോർഡ് എങ്ങനെയാണോ കറക്റ്റായിട്ട് വരേണ്ടത്, അതായത് നമുക്ക് ക്രീമും കൂടി വരുമ്പോൾ കേക്ക് ബോർഡ് ഫില്ലായി നിൽക്കണം. അങ്ങനെ കൂടുതലിങ്ങ് ഒരുപാട് കേക്ക് ബോർഡിൻ്റെ അറ്റം വരെ എത്താത്ത രീതിയിൽ ഒന്ന് കേക്കൊന്ന് ആ ഒരു പീസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് വീണ്ടും 2 ലെയർ വേണം. അത് നമ്മൾ വീണ്ടും ഒരു പീസും കൂടെ വെക്കണമല്ലോ, അപ്പോൾ അത് അങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കുക. അല്ലാതെ ഒറ്റ ലെയർ മാത്രമല്ല കേട്ടോ, എല്ലാത്തിലും 2 ലെയർ വരണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്ത ശേഷം ആ പീസിനെ തന്നെ വീണ്ടും അതിന് മുകളിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അവിടെ 2 ലെയർ ആയിട്ടുണ്ട്. വലിയ പീസും 2 ലെയർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് അടുത്ത വശമാണ്. അടുത്ത വശവും നീളത്തിൽ അതും കൂടി ഒന്ന് ഫില്ലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ വീണ്ടും ആ ബാലൻസ് വന്നിട്ടുള്ള പീസിനെ വീണ്ടും ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതും ഇവിടെ ഇതേപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത്, എല്ലാ വശത്തും ഇതേപോലെ വെച്ചൊന്ന് കട്ട് ചെയ്ത് വെച്ച ശേഷം പിന്നെ ഒരു ചെറിയ പീസ് ഒരു ബാലൻസ് വരും. അതിനെ നമുക്ക് എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാ വശവും കറക്റ്റ് ആക്കിയ ശേഷം ബാലൻസ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ജോയിന്റ് കൊടുക്കുന്ന വശങ്ങളിൽ ചില ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അതിങ്ങനെ ചെറിയൊരു വിടവ് പോലെ കാണും. അപ്പോൾ അവിടെയൊക്കെ അതൊന്ന് കൊടുത്തിട്ട് അതൊന്ന് ഫില്ലാക്കി എടുക്കണം, അങ്ങനെ ആ വിടവ് വരുന്ന ഭാഗങ്ങളിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ പീസ് മാത്രമേ പിന്നെ ബാലൻസ് വന്നിട്ടുള്ളൂ. അതും കൂടി നമ്മൾ ആ കേക്കിനകത്ത് തന്നെ വെക്കാം. നമുക്ക് ഒട്ടും ആ കേക്ക് നമ്മൾ കട്ട് ചെയ്തതിൽ നിന്ന് മാറ്റി വെക്കാൻ കാണൂല, അതിനകത്ത് തന്നെ ഫുള്ളായിട്ട് കൊടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ലെയറും വെച്ച് കൊടുത്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി കേക്ക് ചെയ്ത് വരുമ്പോൾ ഈ രീതിക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ലെയറും എടുത്ത് മാറ്റിയ ശേഷം പിന്നെ നമുക്ക് ഷുഗർ സിറപ്പും കൊടുത്ത് ക്രീമും കൊടുത്ത ശേഷം ബാക്കി അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ വന്നതിന് ശേഷം മാത്രമേ ക്രീം കൊടുക്കാവൂ. അല്ലാതെ നമ്മൾ ആദ്യം ഒരു ലെയർ വെച്ച് കൊടുത്ത് പിന്നെ ക്രീം കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും എടുത്ത് വെച്ച് കട്ട് ചെയ്ത് അത് ചെയ്യുന്നേക്കാളും ഇങ്ങനെ നമുക്കൊരു കണക്കൂട്ടൽ വെച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓരോ പീസും ഇതേപോലെ എടുത്ത് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തത് അതേ രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. പിന്നെ കേക്ക് ബോർഡിൻ്റെ ആ ഒരു സ്പേസ് ഒക്കെ നോക്കിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം അങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ആദ്യമേ തന്നെ ക്രീം ബോർഡിനകത്ത് അപ്ലൈ ചെയ്തതുകൊണ്ട് അത് അവിടെ തന്നെ അങ്ങനെ ഒട്ടിയിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. എന്നിട്ട് ഇതേപോലെ ഷുഗർ സിറപ്പ് ഒന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേക്കിൽ സ്പ്രൈറ്റ് ആണോ ഒഴിക്കുന്നതെന്ന്, 7up സ്പ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നല്ല. നമ്മൾ അതിൻ്റെ ബോട്ടിലേക്ക് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടപ്പുണ്ടല്ലോ അവിടെ 1-2 ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. അല്ലാതെ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫില്ലിങ് കൊടുക്കാനുള്ളതും കൊടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ലെയർ വെക്കുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ക്രീം എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഫില്ലിങ് എന്താണെന്ന് വെച്ചാൽ അതും കൂടി കൊടുക്കാമേ. ഫില്ലിംഗ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ചെറിയും മിൽക്ക് മെയ്ഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആദ്യം ഒരു വലിയ ലെയർ വെച്ച് ഒരു വലിയ പീസല്ലേ വെച്ച് കൊടുത്തത്, പിന്നെ 2 വശത്തുമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ വെക്കുമ്പോൾ വലിയ പീസ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ എവിടെയാണോ കട്ട് ചെയ്ത പീസ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലായിരിക്കണം ആ വലിയ പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ 2 വശവും രണ്ടും, അതായത് മുകളിലത്തെ ലെയറും താഴത്തെ ലെയറും ഒരേപോലെ ഈ കട്ട് പീസ് വരാത്ത രീതിയിൽ
ആദ്യം വലിയ ലെയർ വെച്ച് കൊടുത്ത സ്ഥലത്ത് ചെറിയ പീസ് വെച്ച സ്ഥലത്ത് വലിയ പീസും വരുന്ന രീതിയിൽ വേണം ഓരോ ലെയറും രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ കൊടുത്തിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് എവിടെയാണ് കൊടുത്തതെന്ന് മാറിപ്പോവുമെങ്കിൽ ആദ്യമേ കൊടുക്കുന്ന സമയത്ത് തന്നെ ബോർഡിൽ എന്തെങ്കിലും ഒരു അടയാളം, കുറച്ച് ക്രീമോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു അടയാളം ചെയ്ത് വെച്ചിരുന്നാലും മതി. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണെന്ന്. ചിലപ്പോൾ നമ്മൾ ക്രീമും കൊടുത്ത് ഈ ഫില്ലിംഗ് എല്ലാം കൊടുത്തു വരുമ്പോൾ നമുക്ക് ഏത് പീസാണ്, ചെറിയ പീസ് എവിടെയാണ് വലിയ പീസ് എവിടെയാണെന്നുള്ളത് ഡൗട്ട് വരും. അപ്പോൾ അങ്ങനെ കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് മുകളിലത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഞാനിതിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് ഇങ്ങനെ വലിയ ലെയർ വെച്ച് കൊടുത്തു, പിന്നെ അതിൻ്റെ അടുത്ത് ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രണ്ട് പീസും തമ്മിൽ ഒന്ന് അടുപ്പിച്ച് വരാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡിൽ ഒന്ന് ക്രീം തേച്ച് കൊടുത്തിട്ട് മറ്റേ ചെറിയ പീസും കൂടി അതിലോട്ടൊന്ന് ചേർത്ത് വെച്ച് കൊടുത്താൽ അങ്ങ് ഒരുമിച്ച് അങ്ങ് ഒട്ടിയിരുന്നോളും. പക്ഷേ ഞാനിവിടെ അത് കൊടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് നമുക്കൊരു ചെറിയ പീസല്ലേ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ ഇതേപോലെ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയ വിടവും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ അങ്ങനെ ആ ചെറിയ പീസെല്ലാം കട്ട് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ അത് ആവശ്യമായിട്ടുള്ളത് ആ ഭാഗങ്ങളിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ ആ കേക്ക് മൊത്തത്തിൽ കേക്ക് ബോർഡിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഷുഗർ സിറപ്പും കൊടുത്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ക്രം കോട്ട് ചെയ്ത ശേഷം അപ്പോൾ തന്നെയാണ് വീണ്ടും അടുത്ത ക്രീം കൊടുത്തിട്ട് ഞാൻ ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. കാരണം ഫ്രിഡ്ജിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല, അതിനുള്ള ടൈമില്ല. കാരണം രാത്രിയാണ് ഞാനിത് ചെയ്യുന്നത്, രാവിലെ ഡെലിവറി ചെയ്യാനുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം എഴുതാനുള്ളത് മാത്രം ഇട്ടിട്ട് ബാക്കിയെല്ലാം ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് എഴുതി കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ സ്ക്വയർ കേക്ക് ചെയ്യാൻ കുറച്ച് മടിയുണ്ടെന്ന്. എനിക്കെങ്ങനെയാണ് എന്തോ സ്ക്വയർ കേക്കിനോട് വലിയ താല്പര്യമില്ല. കസ്റ്റമർ എന്തെങ്കിലും ഡിസൈൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സ്ക്വയർ കേക്കിൻ്റെ ഡിസൈൻ കൊടുക്കില്ല, പിന്നെ റൗണ്ട് കേക്കിൻ്റെ ഡിസൈൻ മാത്രമേ ഞാൻ അയച്ചു കൊടുക്കുകയുള്ളൂ. അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറയും. ഇല്ലെങ്കിൽ കസ്റ്റമർ ഇങ്ങോട്ട് തന്നിട്ട് നമുക്ക് ഇന്നത് ചെയ്യണം, ഇതേപോലെ ചെയ്യണമെന്ന് പറയുക, അല്ലെങ്കിൽ സ്ക്വയർ കേക്ക് മതി എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഞാനായിട്ട് ഒരു സ്ക്വയർ കേക്ക് ഇന്നുവരെയും ചെയ്ത് കൊടുത്തിട്ടില്ല. സത്യത്തിൽ ഈ സ്ക്വയർ കേക്ക് നമ്മൾ റൗണ്ട് കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ കുറേ ചെയ്തു വരുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ആവും, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. പക്ഷേ നമ്മൾ ആദ്യമേ അതിനോടൊരു ഇഷ്ടക്കുറവ് വന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ ഇപ്പോഴും മടിയായിട്ടുള്ളത്. അല്ലാതെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല, അതൊരു ഇഷ്ടക്കുറവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്ലൂ കളർ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ കേക്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കൃത്യമായിട്ടൊരു കണക്ക് കൂട്ടലുണ്ടാവണം. അത് ഫ്ലവർ എവിടെയൊക്കെ വരണം, അല്ലെങ്കിൽ നമ്മൾ പകുതി എത്തുമ്പോൾ ആ ക്രീം തീർന്നു പോയാൽ വീണ്ടും കളർ മിക്സ് ചെയ്താൽ ചിലപ്പോൾ കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, പിന്നെ ഫ്ലവർ ഫുള്ളായിട്ട് കൊടുക്കണോ, പകുതി വേറെ കളർ കൊടുക്കണോ, അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഇതേപോലെ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ട് 4 വശവും നമ്മൾ ആ ഒറ്റ കളർ തന്നെ ഫ്ലവർ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. ആദ്യം ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തു നോക്കി. പക്ഷേ അങ്ങനെ ആ ഫ്ലവർ മാത്രം കൊടുക്കുമ്പോൾ എനിക്കെന്തോ അത്ര ഒരു ഭംഗിയായിട്ട് ഭംഗി കാണൂല എന്ന് തോന്നിയതുകൊണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ വിചാരിച്ചത് എന്താണെന്നറിയാമോ, ഇത്രയും നല്ല വലിയ കേക്കല്ലേ, അപ്പോൾ അതിലിങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ ഒരുപാടായി കിടക്കുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെന്നറിയാമോ, ആ ക്രീം അങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്ലവർ കൊടുത്തതിന് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് ഈ ബ്ലൂ കളറിൽ സെൻറ്ററിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കേക്ക് അത്രയും നമുക്കിങ്ങനെ വലുതായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നൂല. മറ്റേത് ആ വൈറ്റ് കളർ ഇങ്ങനെ ഒരുപാട് കാണിക്കുമ്പോൾ ഫ്ലവർ കുറച്ച് കുറഞ്ഞു പോയതുപോലെ തോന്നും. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതേപോലെ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് ഞാൻ ഫുള്ളായിട്ട് കൊടുക്കാതെ കുറച്ചൊന്ന് ഇടവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നറിയാമോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. കാരണം ആ ക്രീം ഏകദേശം തീർക്കുന്ന രീതിയിൽ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഏകദേശം തീർക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ ഇടഭാഗങ്ങളിലുണ്ടല്ലോ അവിടെ വേറെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ വൈറ്റ് കളർ കൊണ്ട് നമ്മൾ ബോർഡർ ഡിസൈൻ കൊടുക്കുമ്പോൾ കൊള്ളൂല എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ വൈറ്റ് അല്ലേ സൈഡിൽ വരുന്നത്, അതിന് തൊട്ട് താഴെ നമുക്ക് കുറച്ചും കൂടെ ബ്ലൂ വന്നാലേ കൊള്ളാവൂ. അതുകൊണ്ട് ഞാൻ എന്തെന്നറിയാമോ, ഡിസൈൻ ആദ്യം താഴെ കൊടുത്തിട്ട് പിന്നെ എന്നിട്ടും കുറച്ച് കളർ മിക്സ് ചെയ്തിട്ടുള്ളത് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു നോസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം
അതെന്തെന്നറിയാമോ, രണ്ടും കൂടെ വൈറ്റും അതും കൂടി മിക്സായി വരുന്ന രീതിയിൽ കൊടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കളർ മിക്സ് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് ആയതുമില്ല, നമുക്ക് കേക്കിൽ വേറൊരു ഫ്ലവറും കൂടി കൊടുക്കാൻ പറ്റി. അങ്ങനെ അത് നമുക്ക് ആ കളർ മിക്സ് ചെയ്തിട്ടുള്ളത് ആ ക്രീമിനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം പിന്നെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എഴുതാനുള്ളതൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഈ കേക്ക് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെയാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുട്ടികൾ വന്നപ്പോൾ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ.